Good afternoon. Good afternoon, ma'am. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് ലാബ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതില് ഫസ്റ്റ് ഭാഗം കഴിഞ്ഞ് കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സില്? അവിടെ വരെയല്ലേ എടുത്ത് നിർത്തിയിട്ട് നമ്മൾ നിർത്തിയത്, സ്റ്റോപ്പ് ചെയ്തത്? ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതില് ഒരു 1-2 പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അല്ലെ? 1-2 പോയിന്റ്സ് ജസ്റ്റ് പറഞ്ഞില്ലേ ഉള്ളൂ സർ? അപ്പൊ ഒന്നുകൂടി ഫസ്റ്റ് തുടങ്ങി പറയാം കേട്ടോ. അപ്പൊ കീ ജോബ് റെസ്പോൺസിബിലിറ്റീസില് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ മെഡിക്കൽ സർവീസസ് such as infection prevention, security, diet, etc. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ലിനിക്കൽ പരമായിട്ടുള്ള സർവീസുകളിൽ നല്ല ഗുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ഉറപ്പുവരുത്തണം എന്നുള്ളത് ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അത് കൂടാതെ നോൺ ക്ലിനിക്കൽ സർവീസുകളിൽ ചികിത്സാപരമല്ലാത്ത സേവനങ്ങളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായിട്ടുള്ളവയിലും ഒരു നല്ല ക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എൻഷുറിംഗ് ക്ലീൻ ബാക്ക്ഗ്രൗണ്ട് ഇൻ OPD ഏരിയാസ്, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് ഫെസിലിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. അതുപോലെ തന്നെ ഇപ്പൊ OPD ഏരിയയില്, അതുപോലെ വാർഡില്, ലേബർ റൂമില്, ഓപ്പറേഷൻ തിയേറ്ററില്, മറ്റ് പേഷ്യൻസിന് കൊടുക്കുന്ന സൗകര്യങ്ങൾ നൽകുന്ന ഏരിയാസില് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്, ഇപ്പൊ ലോണ്ടറി, അതുപോലെ തന്നെ ലാബ്, ക്ലീനിങ്, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ്, അതൊക്കെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് പുറത്തെ ഏജൻസികളുടെ സഹായത്തോടുകൂടി ചെയ്യാറുണ്ട്. അത്തരം സേവനങ്ങളിലൊക്കെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം എന്ത് ചെയ്യുക, ഇത്തരം ഇടങ്ങളിൽ ഒരു വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടതും ഒരു എന്താണ് ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു, നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായവയിലെ അങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകളുള്ള ഒരു ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. രണ്ടാമത് പറഞ്ഞത് OPD ഏരിയ, വാർഡ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യൻസിന് കൊടുക്കുന്ന മറ്റു ഫെസിലിറ്റി ഏരിയാസ്, അതുപോലെ ഔട്ട്സോഴ്സിൽ സർവീസ് കൊടുക്കുന്ന ഏരിയാസ് മുതലായിടങ്ങളിലെല്ലാം ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തുക. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ. Third one ആണ് periodical assessment of hospitals on quality checklist and arrive at a score for the facility. അതുപോലെ ആനുകാലികമായിട്ട് പീരിയോഡിക്കൽ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിന്റെ അസസ്മെന്റ് നടത്തുക അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നത് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്. കൃത്യമായിട്ട് അവിടെ ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോ, ഉറപ്പുവരുത്തുന്നുണ്ടോ എന്ന് കൃത്യമായ ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അപ്പൊ അതിൽ ഓരോരോ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് ഓരോ ഇടങ്ങളിലും പാലിക്കുന്നുണ്ടോ, അങ്ങനെ ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് അതിൽ ഓരോ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെയും അതിൽ കൃത്യമായിട്ട് സ്കോറുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ സ്കോർ കൊടുത്ത് ആ ഓരോ ഫെസിലിറ്റിയിലും, ആ ഹോസ്പിറ്റലിലെ ഓരോ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഓരോ മേഖലയിലും ആ പറയുന്ന കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സ്കോറിലേക്ക്
എത്തിച്ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ സ്കോറിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ടോ, ആ സൗകര്യങ്ങൾക്കുള്ള സ്കോറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ്. ഇപ്പൊ മൂന്നാമത്തെ പോയിന്റിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ആനുകാലികം ഹോസ്പിറ്റലിലെ എല്ലാ മേഖലകളിലും ആനുകാലികമായിട്ട് അല്ലെങ്കിൽ പീരിയോഡിക്കലി എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് പതിവായിട്ട് വിലയിരുത്തൽ നടത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് വിലയിരുത്തൽ നടത്തേണ്ടത്? അവിടെയുള്ള ഓരോ ഏരിയാസിനും ക്വാളിറ്റി കൃത്യമായിട്ട്, അവിടുത്തെ പ്രവർത്തനങ്ങളില് ക്വാളിറ്റി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത്. അത് ക്ലിയർ ആയോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിക്കുന്നു. അതായത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരു ലിസ്റ്റാണ്. അതിൽ ഓരോരോ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എങ്ങനെയാണ്, അവർ കൊടുക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്, അവരുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നുണ്ടോ, സേഫ്റ്റി ഉറപ്പുവരുത്തുന്നുണ്ടോ, അവരുടെ പ്രൈവസി നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു ലിസ്റ്റ്, ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് നമ്മൾ ഓരോന്നും നിരീക്ഷിക്കുകയാണ്. ഇത് ഓരോന്നും ആ ഭാഗത്ത് കൃത്യമായിട്ട് ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് തന്നെ കൃത്യമായ സ്റ്റാൻഡേർഡ് പ്രകാരം തന്നെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തൽ നടത്തുന്നു. ആരാ വിലയിരുത്തൽ നടത്തേണ്ടത്? ക്വാളിറ്റി മാനേജറാണ് ഇത് ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ നോക്കി അതിനുശേഷം അതിന് നമ്മൾ ഓരോ സ്കോർ വിടും. ഇപ്പോ 0 to 5 ആണ് ആ ഒരു റേഞ്ച് എങ്കിൽ അതിൽ ആ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആ മാനദണ്ഡങ്ങൾ നോക്കുമ്പോൾ ആ ഒരു കൃത്യമായ സ്കോറിലേക്ക് ആ ഒരു ഫെസിലിറ്റി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. സ്കോറിലേക്ക് കൃത്യമായ ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തിയില്ല എങ്കിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക? അവിടെ ആ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും അവർ കാഴ്ചവെക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത്, അല്ലേ? കൃത്യമായ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവർ ക്വാളിറ്റി ശരിയായ രീതിയിൽ കീപ്പ് ചെയ്യുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അത്തരത്തിലുള്ള ഏരിയാസ് നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാനും സാധിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. മനസ്സിലായോ മൂന്നാമത്തെ പോയിന്റ് എന്താണുള്ളത്? ആനുകാലികമായിട്ട് വിലയിരുത്തൽ നടത്തുക, അത് ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ചാണ് നടത്തേണ്ടത്. അതിലൂടെ ആ ഒരു ഫെസിലിറ്റി ആ സ്കോറിലേക്ക് കൃത്യമായിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് അവർ എത്തിച്ചേരുന്നുണ്ടോ, ഓരോ ഏരിയാസും എത്തിച്ചേരുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും അങ്ങനെ ആ സ്കോറിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എങ്കിൽ അതിനർത്ഥം അവർ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, അതായത് ക്വാളിറ്റിയിൽ അവിടെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. ക്ലിയർ അല്ലേ? Then fourth one പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ്, അതായത് ഗ്യാപ്പ് അനാലിസിസ് that evolve action plan on the advice of in charge of the hospital and monitor complaints. അതുപോലെ തന്നെ ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നീഡ്സ് അസസ്മെന്റ് ആണ്, അതായത് ആവശ്യകതകൾ വിലയിരുത്തുക എന്നുള്ളതാണ്. ഇപ്പോ നിലവിലെ പ്രകടനങ്ങൾ എന്തൊക്കെയാണ്, നിലവിലെ അവിടെ പെർഫോമൻസ് എങ്ങനെയാണ് കാഴ്ചവെക്കുന്നത്, പ്രതീക്ഷിക്കാവുന്ന പെർഫോമൻസ് എങ്ങനെയായിരിക്കണം, അത് തമ്മിൽ നമ്മൾ ഒരു താരതമ്യം അല്ലെങ്കിൽ കമ്പാരിസൺ നടത്തിയിട്ട് ആവശ്യമായ ഏരിയകളിൽ മെച്ചപ്പെടുത്തൽ നടത്തുന്ന പ്രക്രിയയാണ് ഈ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ മാനേജർ, ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യുന്നു, കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തുകയാണ്. നിലവിലെ ഹോസ്പിറ്റലിലെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ട് ഹോസ്പിറ്റൽ ആ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ അവിടെ നിലവിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അത് ഭാവിയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അതിന് തമ്മിലുള്ള ആ ഒരു കണ്ടീഷൻസും ഇപ്പോഴത്തെ ഉള്ള അവസ്ഥകളും കാര്യങ്ങളും മനസ്സിലാക്കുന്നു. എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് ഒരു അറ്റൈൻ ചെയ്യുന്ന ഒരു സ്കോർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ ഇനി എത്രത്തോളം നമ്മൾ ദൂരമുണ്ട്, ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി മെച്ചപ്പെടുത്തേണ്ട ഏരിയാസ് ഏതൊക്കെയാണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഒരു മെച്ചപ്പെടുത്തേണ്ട ഏരിയകൾ മനസ്സിലാക്കുകയും ഇവോൾവ് ആക്ഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഏരിയാസ് മെച്ചപ്പെടുത്തണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തന പദ്ധതികള് എന്ത് ചെയ്യുന്നു, അവിടെ കൊണ്ടുവരുന്നു. ഓൺ ദ അഡ്വൈസ് ഓഫ് ഇൻചാർജ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ അഡ്വൈസ് അല്ലെങ്കിൽ അവരുടെ ഉപദേശപ്രകാരമാണ് നമ്മൾ ആ ഒരു ആക്ഷൻ പ്ലാൻ അവിടെ രൂപീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും. ആ മോണിറ്റർ കംപ്ലൈൻസ് അതിനുശേഷം ഈ ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ഈ പറയുന്ന ആ ഓരോ ആക്ഷൻ പ്ലാനുകൾ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ, അത് കൃത്യമായിട്ട് അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അവിടെ ഓരോ മേഖലയിലും പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യണം.
എന്താണ് ഫോർത്ത് പോയിന്റ് പറഞ്ഞേ? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നീഡ്സ് അസസ്മെന്റ് ആണ്. അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കുന്നു, അവിടെ നിലവിലുള്ള പ്രകടനങ്ങൾ എങ്ങനെയാണ്, പ്രതീക്ഷിക്കാവുന്ന പ്രകടനങ്ങൾ എങ്ങനെയാണ്, ഇത് തമ്മിൽ ഒരു താരതമ്യം ചെയ്ത് അവരുടെ ആവശ്യമായ ഏരിയാസിൽ മെച്ചപ്പെടുത്തൽ നടത്തുക എന്നതാണ് ഈ ഒരു പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ് ക്വാളിറ്റി മാനേജർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിലവിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി പ്രതീക്ഷയാവുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഏതെങ്കിലുമൊക്കെ ഏരിയാസ് ഇംപ്രൂവ് വരുത്തേണ്ടതായിട്ടുണ്ടോ, അത്തരം ഏരിയാസിൽ കണ്ടെത്തുന്നു. അങ്ങനെ അത്തരം ഏരിയാസിനെ കണ്ടെത്തുകയും ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന ആ ഒരു മെച്ചപ്പെടുത്തൽ നടത്തണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ പ്രവർത്തന പദ്ധതികൾ രൂപീകരിക്കുകയും അവിടുത്തെ ഹോസ്പിറ്റലിലെ ഇൻചാർജ് ആയിട്ടുള്ളവരുടെ ആ അഡ്വൈസ് പ്രകാരം അതവിടെ നടപ്പിലാക്കുകയും ചെയ്യും. ഇനി അത് നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ആ ഒരു ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങൾ ആ ഇംപ്രൂവ് ചെയ്യേണ്ട ഏരിയയിൽ പാലിക്കുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം? നിരീക്ഷിക്കുകയും ചെയ്യണം, അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. ക്ലിയർ ആണോ? ഫോർത്ത് പോയിന്റ് മനസ്സിലായോ? ഓക്കെ. ഫിഫ്ത് വൺ ആണ് ഫെസിലിറ്റേറ്റ് conduct of meeting conducted with the quality certification. അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കാര്യങ്ങൾ പാലിക്കാൻ നോക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. സർട്ടിഫിക്കേഷൻസ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അത് പാലിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് സർട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നാബ്, JCA മുതലായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, സർട്ടിഫിക്കേഷൻ ബോഡീസ് ഉണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ എന്ത് ചെയ്യുക? ഒരുക്കി നൽകുക. ഇതാണ് ഇവിടെ ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് കണക്റ്റഡ് വിത്ത് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ ക്വാളിറ്റിയും സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ആ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് ഒരു ക്വാളിറ്റി മാനേജറിന്റെ ഉത്തരവാദിത്വത്തിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? ഫിഫ്ത് പോയിന്റ്. ഓരോ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ക്ലിയർ ആണോ എന്നുള്ളത്? ഓക്കെ. Then sixth one ആണ് ensuring that the hospital meets all regulatory compliances like BMW, the biomedical waste management rules ഇല്ലേ? പഠിച്ചിരുന്നോ നിങ്ങളത്? പഠിച്ചില്ലേ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് BMW റൂൾസ്. ഓക്കെ. അതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ അവിടെ BMW റൂൾസ്, വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ഇല്ലേ? അത് കൃത്യമായിട്ട് അവർ പാലിച്ചില്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ലീഗൽ പരമായിട്ട് ആക്ഷൻസ് ഉണ്ടാവും. ബ്ലഡിന്റെ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട് ലൈസൻസുകൾ വേണം. അടുത്തത് AERB ആണ് കേട്ടോ. AREB അല്ല, AERB. ഇതെവിടെ പഠിച്ചിട്ടുള്ളേ? AERB പഠിച്ചിട്ടുണ്ടോ? ഒന്ന് തിരുത്തിയേക്കണേ. ഇതിൽ ഇതുപോലെ തന്നെ കിടക്കുന്നെങ്കിൽ AERB ആക്കാം കേട്ടോ. എന്താണ് AERB? AERB എന്താണ്? വെരി ഗുഡ്. അറ്റോമിക് എനർജി റിസോഴ്സ് ബോർഡ് അല്ല, റെഗുലേറ്ററി ബോർഡ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെ? AERB. ഈ AERB നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചേ? ഏത് ചാപ്റ്ററിലെ റെഗുലേറ്ററി ബോഡി ആയിട്ടാണ്, എന്തിന്റെ റെഗുലേറ്ററി ബോഡി ആയിട്ടാണ് പഠിച്ചത്? ഓർക്കുന്നുണ്ടോ? ഓരോ ചാപ്റ്റേഴ്സും മോഡ്യൂളൊക്കെ കഴിയുമ്പോൾ അത് അവിടെ വെക്കും അല്ലെ? കൊണ്ടില്ല അങ്ങോട്ട്. റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചില്ലേ? റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ AERB നിങ്ങൾ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. റെഗുലേറ്ററി ബോഡി ആണെന്ന് പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ഇത്തരം റെഗുലേറ്ററി ബോഡീസ് ആണ് നമുക്ക് റേഡിയേഷനുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ തരുന്നത് അല്ലെ? സോ അവര് നൽകുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഈ ഒരു ഹോസ്പിറ്റലിൽ പാലിക്കേണ്ടതായിട്ടില്ലേ? ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് അത്തരം നിയന്ത്രണങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, അത് നിറവേറ്റുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ അല്ലെങ്കിൽ ഉറപ്പുവരുത്തേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? AERB പറയുന്നതാവാം, അല്ലെങ്കിൽ AERBയുടെ എക്സ്പാൻഡ് ഫോം ഓർക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചോട്ടോ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് കേട്ടോ.
അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കണേ. ഇത്തരം കണ്ടീഷനുകളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ERB തരുന്ന റേഡിയേഷൻ ലൈസൻസുകളുമായി ബന്ധപ്പെട്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന ലൈസൻസുമായി ഏതൊരു ലൈസൻസ് നമുക്ക് തരുമ്പോഴും നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ഇല്ലേ. നമുക്കൊരു എന്താണ് വെഹിക്കിൾ ലൈസൻസ്, ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലൈസൻസ് കിട്ടിയാൽ അതിനുമില്ലേ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ. ഏതൊരു നിയമത്തിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഏതൊരു ലൈസൻസിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അത്തരം കാര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പാലിച്ചു കൊള്ളാം എന്ന ഒരു വ്യവസ്ഥയിലാണ് നമുക്ക് ആ ലൈസൻസ് തരുന്നത് അല്ലെ. ഈ ഹോസ്പിറ്റലിലും ഇതുപോലെ ഒരുപാട് ലൈസൻസുകൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കേണ്ടതും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് അത്ര നല്ല രീതിയിൽ അവരത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ക്വാളിറ്റി മാനേജറാണ്. ക്ലിയർ ആയോ? 6th പോയിന്റ് മനസ്സിലായോ? എന്താണ് റിപ്ലൈ ഇല്ലല്ലോ, പറയണോ ഒന്നുകൂടി? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. Then 7th one ആണ് keep a record of non-functional equipment and timeline for its repair along with AMC for all equipment. അതുപോലെ തന്നെ നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റ്, പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെ, ഹോസ്പിറ്റലിലെ പ്രവർത്തനരഹിതമായിട്ടുള്ള ഉപകരണങ്ങൾ അത് കൃത്യമായിട്ട് ഏതൊക്കെയാണ്, ആ നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണ് അത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെക്കോർഡ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ timeline for its repair along with AMC for all equipment. AMC എന്ന് പറഞ്ഞാൽ annual maintenance contract കേട്ടോ, annual maintenance contract. AMC യുടെ എക്സ്പാൻഡ് ഫോം അറിയില്ലെങ്കിൽ എഴുതി വെക്കുക കേട്ടോ, annual maintenance contract. അപ്പൊ ഈ പറയുന്ന നമ്മുടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഉപകരണങ്ങളും വളരെ സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട അവിടെയുള്ള എല്ലാ ഉപകരണവും വളരെ സമയബന്ധിതമായി തന്നെ എന്ത് ചെയ്യുക, പതിവായിട്ട് പരിശോധിക്കുകയും റിപ്പയർ ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള റെക്കോർഡുകൾ. അപ്പൊ നോൺ ഫങ്ഷണൽ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, പ്രവർത്തനക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള എക്യുപ്മെന്റുകൾ ഏതൊക്കെയാണോ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ വളരെ സമയബന്ധിതമായിട്ട് ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന എല്ലാ എക്യുപ്മെന്റുകളും എന്താണ് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റിന് കീഴിൽ കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാനുള്ള വ്യവസ്ഥകളും സൃഷ്ടിക്കേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടാക്കേണ്ടതും അത് നല്ല രീതിയിൽ നടപ്പിലാക്കേണ്ടതും അതുപോലെ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? 7th പോയിന്റ് മനസ്സിലായോ? Then 8th one ആണ് planning and workout procedures towards upliftment, preventive maintenance of equipment and vehicles and modernization of the hospital. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, planning and workout procedures towards upliftment, preventive maintenance of equipment and vehicles and modernization of the hospital. അവിടെ എക്യുപ്മെന്റുകളുടെ വെഹിക്കിൾസിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് മെയിൻ്റനൻസ്, അതായത് എപ്പോഴും ഒരു ഉപകരണം കേടായിട്ടല്ല നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത് അല്ലെ, മറിച്ച് അത് കേട് വരാതെ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. പ്രിവെന്റീവ് മെയിൻ്റനൻസ്, പ്രതിരോധ അറ്റകുറ്റപ്പണികൾ നമ്മുടെ ആ ഒരു ഓരോ എക്യുപ്മെന്റുകളുടെയും വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടും ചെയ്യുക. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങൾ നടത്തുക, കൃത്യമായിട്ടുള്ള വർക്ക്ഔട്ട് പ്രൊസീജിയേഴ്സ്, കൃത്യമായ നടപടിക്രമങ്ങൾ നടത്തുക. അതിലൂടെയൊക്കെ ഹോസ്പിറ്റലിലെ ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനത്തെ നിലനിർത്തുന്ന അല്ലെങ്കിൽ ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനത്തെ മുൻകണ്ടുകൊണ്ട് കൃത്യമായിട്ട് ആ ഒരു പ്രതിരോധ അറ്റകുറ്റപ്പണികൾ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലോ അവിടുത്തെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലോ ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ
നവീകരണം, മോഡേണൈസേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടും ആസൂത്രണങ്ങളും നടപടിക്രമങ്ങളും നടത്തുക. ആ ഹോസ്പിറ്റലിലെ ഉന്നമനം അല്ലെങ്കിൽ ഉയർച്ചയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുക. അതുപോലെ അവിടുത്തെ വെഹിക്കിൾസിന്റെയും എക്യുപ്മെന്റുകളുടെയും പ്രിവെന്റീവ് മെയിന്റനൻസ്, പ്രതിരോധപരമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുക. അതുപോലെ ഹോസ്പിറ്റലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങളും നടത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആയോ? Then ninth one ആണ് to install a virtual grievance redressal system both for employees and the patient. അതുപോലെ തന്നെ എംപ്ലോയീസിനായിക്കോട്ടെ പേഷ്യൻസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ ഒരു വിർച്വൽ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം, ഒരു എന്താണ് ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു വളരെ മികച്ചതായിട്ടുള്ള ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സംവിധാനം. അപ്പൊ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് പരാതി പറയാനും അത് പരിഹരിക്കാൻ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എന്താ പരാതി പരിഹാര സംവിധാനം. അത് എംപ്ലോയീസിനും വേണം, അതുപോലെ തന്നെ വരുന്ന പേഷ്യൻസിനും വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഒരു ഗ്രീവിയൻസ് റിഡ്രസൽ സംവിധാനം ആ ഹോസ്പിറ്റലിൽ സ്ഥാപിക്കേണ്ടതും അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പരാതി പരിഹാര സംവിധാനം കേട്ടോ. എംപ്ലോയീസിന് വേണ്ടിയും പേഷ്യൻസിന് വേണ്ടിയും ഒരു ഫലപ്രദമായ പരാതി പരിഹാര സംവിധാനങ്ങൾ അവിടെ നടപ്പിലാക്കേണ്ടതും അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോവേണ്ടതും ഒരു നല്ല ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആയി പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ ആണ് സ്ട്രെങ്തൻ ആണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ. MIS എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ MIS, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ. MISന്റെ എക്സ്പാൻഡ് ഫോം ആണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. കീ പെർഫോമൻസ്, കീ എന്നാണ് കേട്ടോ, KEY, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഈ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഒക്കെ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞാലും ഒരുപാടുണ്ട് അത്. അപ്പൊ കുറച്ചധികം പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ, ഓരോ നിലയിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള കുറച്ച് സൂചകങ്ങളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് KPIയുടെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് KEY ആണ് കേട്ടോ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. MIS എന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. HMIS എന്നാണ് സാധാരണ പറയുന്നത്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റലിലെ വേരിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സ് അല്ലെങ്കിൽ വേരിയസ് ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് ഇനി പഠിക്കാനുണ്ട്. HMISമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ്. അതുപോലെ KPI എന്ന് പറഞ്ഞാൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളുടെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് പരിശോധനകൾ നടത്താൻ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്താൻ ആവശ്യമായ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, സൂചകങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഈ വരുന്ന ക്ലാസ്സിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് കുറേ ഉണ്ട്, അത് പഠിക്കുന്നുണ്ട്. ഒരു 36 എണ്ണമുണ്ട്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞു തരാം കേട്ടോ. ഇവിടെ പറയേണ്ട ഇപ്പൊ ഇവിടെ ജസ്റ്റ് നിങ്ങൾ അതിന്റെ എക്സാം ആ ഒരു എക്സ്പാൻഡ് ഫോം മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ ഈ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ സെക്ഷനുകൾ എന്ത് ചെയ്യുക? സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ, ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ഷൻസ് അല്ലെങ്കിൽ പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് മുതലായ ഏരിയാസിനെ സ്ട്രെങ്തൻ ചെയ്യുക അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുക. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ആക്ഷൻസോ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. ക്ലിയർ ആണോ? 10th വൺ മനസ്സിലായോ?
ഓക്കെ. Then 11th കോർഡിനേറ്റിംഗ് അസിസ്റ്റിംഗ് അതോറിറ്റി. അപ്പൊ നമ്മൾ ഈ ഒരു വിലയിരുത്തൽ നടത്താൻ വരുന്ന നമുക്ക് സർട്ടിഫിക്കേഷൻ ബോഡി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്ന ഒരു അതോറിറ്റി ഉണ്ട്, വിലയിരുത്തൽ അതോറിറ്റി. അത്തരം വിലയിരുത്തുന്ന അതോറിറ്റിയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കുക. അപ്പൊ ആ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു അസസിംഗ് അതോറിറ്റി ആരാണ്, അവരുമായിട്ട് കൃത്യമായിട്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിച്ചു പോകേണ്ടത് ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അങ്ങനെ അസസ് ചെയ്യാൻ വരുന്ന അതോറിറ്റീസ് നമ്മുടെ സ്ഥാപനത്തിലെ ഹോസ്പിറ്റലിലെ ആണെങ്കിൽ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താനും സർട്ടിഫിക്കേഷൻസ് ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അസസിംഗ് അതോറിറ്റീസ് വരും, അധികാരികളെ വിലയിരുത്താനായിട്ട് വരും. അത്തരം സന്ദർഭങ്ങളിൽ അവരുമായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സഹകരിക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആണോ? 11th ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ. നെക്സ്റ്റ് 12th one ആണ് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. അപ്പൊ ഇവിടെ എംപ്ലോയീസിന് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ? ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റും, എങ്ങനെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് അവിടെ എംപ്ലോയീസ് അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം നൽകണം, വേണ്ടേ? എന്നാലാണ് എംപ്ലോയീസ് ആണല്ലോ അത് കീപ്പ് ചെയ്യേണ്ട ആളുകള്. അപ്പൊ അവർക്ക് ആദ്യം എന്ത് ചെയ്യാം, എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അപ്പൊ അതാണ് എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നതില് എങ്ങനെയാണ് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, അതെങ്ങനെ നമുക്ക് പാലിക്കാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എംപ്ലോയീസിന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിന്റ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റലില് കമ്മിറ്റികള് രൂപീകരിക്കാനും അങ്ങനെ അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? ഒരു ക്വാളിറ്റി മാനേജറിനാണ്. റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ആൻഡ് അറേഞ്ചിങ് ദ ഹോസ്പിറ്റൽ കമ്മിറ്റീസ്. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ രൂപീകരിക്കുക, അത് അറേഞ്ച് ചെയ്യാനുമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്ത ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു 13 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോൾ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ബാക്കി പോട്ടെ. 4th one. 4th one എന്ന് പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മുടെ നിലവില് അവിടുത്തെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഇനി പ്രതീക്ഷിക്കാവുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, ഇത് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അത് തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്താണ്.
താരതമ്യം ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഓരോ സെക്ഷനുകളിലെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് പെർഫോമൻസ് നമ്മൾ കമ്പാരിസൺ നടത്തി ഏതൊക്കെ ഏരിയയിലാണോ മെച്ചപ്പെടുത്തൽ നടത്തേണ്ടത്, അതായത് പ്രകടനങ്ങളിൽ കുറവുകൾ വരുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അപ്പൊ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവിടുത്തെ ക്വാളിറ്റിയിലും കുറവുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അത്തരം മെച്ചപ്പെടുത്തുന്ന ഏരിയാസിനെ കണ്ടെത്തുകയും അതിന് മെച്ചപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയുടെ അഡ്വൈസ് പ്രകാരം, ഉപദേശപ്രകാരം കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക, അതവിടെ നടപ്പിലാക്കുക. അങ്ങനെ ആക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത്തരം ഏരിയാസിൽ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ആക്ഷൻ പ്ലാൻ അവിടെ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ ഉത്തരവാദിത്തമാണ്. ക്ലിയറാണോ? ഫോർത്ത് വൺ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ എങ്ങനെയാണ്? The quality certification is process for improving patient contentment and enhancing quality standards across the hospital of our country. നമ്മൾ ചെയ്തിട്ട് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ is the process for improving patient contentment. പേഷ്യൻസിന്റെ കണ്ടന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ സംതൃപ്തി കേട്ടോ, and enhancing quality standards across the hospital of our country. നമ്മുടെ രാജ്യത്തെ ആശുപത്രികളുടനീളം രോഗികളുടെ സംതൃപ്തി മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ ഉയർത്തുന്നതിനുമുള്ള ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്, ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ഇപ്പൊ ലാബിന്റെയോ JCAയുടെയോ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാല് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ രാജ്യത്തുള്ള ലാബിന്റെ ആണെങ്കിൽ നമ്മുടെ നാഷണൽ ലെവലാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ ആ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ള ആ ഒരു ഹോസ്പിറ്റലുകളിൽ ആ ഒരു ക്വാളിറ്റിയുടെ ആ ഒരു മാനദണ്ഡങ്ങൾ വളരെ മികച്ച ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ലേ? അവിടെ ആ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത്, അല്ലെ? ആ ക്വാളിറ്റി ഇവർ കീപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുക. സോ അത്തരം ഒരു സർട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടണമെങ്കിൽ അവരവിടെ നല്ല ക്വാളിറ്റി, ആ സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ അവർ നല്ല ക്വാളിറ്റിയിലുള്ള ആ സ്റ്റാൻഡേർഡ്സ്, നല്ല നിലവാരം അവിടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട നല്ല നിലവാരം അവിടെ അവര് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്തും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും? വരുന്ന പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനിൽ സംതൃപ്തി മെച്ചപ്പെടുത്താൻ പറ്റുമോ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള സർവീസുകളും പരിചരണങ്ങളുമാണ് തരുന്നതെങ്കിൽ അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. എന്തായിരിക്കും നമുക്ക് തോന്നാം? നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലേ? ആണോ? എന്താണ്? റിപ്ലൈ ഇല്ലല്ലോ, മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊരു സ്ഥാപനത്തിന് ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ അതൊരു അതോറിറ്റി കൊടുക്കുമ്പോ ഒരു അതോറിറ്റി ഒരു ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അങ്ങനെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് എന്ത് പ്രക്രിയയാണ് പറയുന്നത്? ഇംപ്രൂവിംഗ് പേഷ്യന്റ് കണ്ടന്റ്മെന്റ്. അതായത് ഹോസ്പിറ്റലിൽ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അവിടെ അവര് നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, കൃത്യമായ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ അവരവിടെ കീപ്പ് ചെയ്യുന്നുണ്ടെന്നല്ലേ അർത്ഥം? അത് മനസ്സിലായോ? അങ്ങനെ കീപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ കൊടുക്കുന്ന സർവീസുകളിലാണെങ്കിലും ട്രീറ്റ്മെന്റുകളിലാണെങ്കിലും കെയറിലാണെങ്കിലും ആ ക്വാളിറ്റി കാണില്ലേ? ആ ക്വാളിറ്റി ഉണ്ടാവും, അല്ലെ? അപ്പൊ അങ്ങനെ നല്ല ക്വാളിറ്റിയിലുള്ള കെയറുകളും ട്രീറ്റ്മെന്റുകളും ഒക്കെ കിട്ടുമ്പോൾ അവിടെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സും സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ? സംതൃപ്തരായിരിക്കും. അപ്പൊ അതും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് ഇതിലൂടെ പറ്റുന്നുണ്ടെന്ന്. അപ്പൊ ഇവിടെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ പ്രോസസ്. എന്ത് പ്രക്രിയയാണ്? നമ്മുടെ രാജ്യത്തെ ആശുപത്രികളിലുടനീളം
പേഷ്യൻസിന്റെ സംതൃപ്തി മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താണ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഓക്കെ. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് താഴെ പറയുന്നത്. ആ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാഫിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ദ ടോപ്പ് മാനേജ്മെന്റ് ആണ് ആദ്യം. അവരുടെ കീഴിൽ വരുന്നവരാണ് സിഇഒ. അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയിട്ടുള്ള സിഇഒ ഉണ്ടായിരിക്കും. അതുപോലെ മെഡിക്കൽ സൂപ്രണ്ടന്റ്, മെഡിക്കൽ കെയർ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് കെയർ കൊടുക്കുന്ന ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സൂപ്രണ്ടന്റ് ഉണ്ടായിരിക്കും. ഇനി അവരുടെ രണ്ട് കൂട്ടരും, അതായത് സിഇഒന്റെയും മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെയും കീഴിൽ വരുന്ന വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം തുടങ്ങുന്നത് അല്ലെ, ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്ന വ്യക്തി. ഇനി അവരുടെ കീഴിൽ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജേഴ്സ് ഉണ്ടായിരുന്നു. ഈ അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ ക്വാളിറ്റി എക്സിക്യൂട്ടീവും അതുപോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഫ്രം ഓൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധികൾ ഉണ്ടാവും, ക്വാളിറ്റി എക്സിക്യൂട്ടീവുകൾ ഉണ്ടായിരിക്കും. ഈ ക്വാളിറ്റി എക്സിക്യൂട്ടീവിന് കീഴിൽ ക്വാളിറ്റി കോർഡിനേറ്റർ ഉണ്ടായിരിക്കും, അവരുടെ കീഴിൽ ക്വാളിറ്റി അസിസ്റ്റന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊരു ക്വാളിറ്റി മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ടോപ്പ് മാനേജ്മെന്റിലുള്ള ആളുകള്, അവരുടെ കീഴിലെ സിഇഒ, അതുപോലെ മെഡിക്കൽ സൂപ്രണ്ടന്റ്, ഇവരുടെ രണ്ടു കൂട്ടരുടെയും കീഴിൽ വരുന്ന വ്യക്തിയാണ് ക്വാളിറ്റി മാനേജർ. അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന വ്യക്തിയാണ് അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജർ. അവരുടെ കീഴിൽ രണ്ട് വിഭാഗം വരുന്നുണ്ട്, ക്വാളിറ്റി എക്സിക്യൂട്ടീവും റെപ്രസെന്റേറ്റീവ് ഫ്രം മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും. അതില് ക്വാളിറ്റി എക്സിക്യൂട്ടീവിന് കീഴില് ക്വാളിറ്റി കോർഡിനേറ്റർ, അതിന് കീഴിലായിട്ട് ക്വാളിറ്റി അസിസ്റ്റന്റുകളും വരുന്നുണ്ട്. വേഗം ഒന്ന് വർഷമൊക്കെ അവിടെ വരും. വായിച്ചു കഴിഞ്ഞോ? സ്ട്രക്ചറിൽ ആ ക്വാളിറ്റി മാനേജർ തുടങ്ങിയുള്ള ഭാഗം ഒന്ന് നോക്കണം കേട്ടോ. ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ ആരൊക്കെയാ വരുന്നത്? അസിസ്റ്റന്റ് ക്വാളിറ്റി മാനേജറിന്റെ കീഴിൽ ആരാ വരുന്നത്? ക്വാളിറ്റി എക്സിക്യൂട്ടീവിന്റെ കീഴിൽ ആരാ വരുന്നത്? അങ്ങനെ കേട്ടോ. ആ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കേഷന്റെ ഫസ്റ്റ് പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ മുതൽ ആ ഒരു കൺട്രി വരെ കേട്ടോ, അത് ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മള് അക്രഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. അംഗീകാരം ലഭിക്കുക അല്ലെ. അക്രഡിറ്റേഷൻ റെഫേഴ്സ് ടു ദ പബ്ലിക് റെക്കഗ്നിഷൻ. അതായത് നമ്മൾ പാലിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ, നമ്മുടെ നല്ല ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ ഒരു ഹോസ്പിറ്റൽ പാലിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പൊതു അംഗീകാരത്തെയാണ് അക്രഡിറ്റേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കിട്ടി എന്ന് ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ ഒരു അംഗീകാരം കിട്ടി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതില് ഒരു പൊതുവായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളതാണ് അല്ലെ. എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള അംഗീകാരമാ? അവര് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു പൊതുവായിട്ടുള്ള അംഗീകാരമാണ് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായോ? അവർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് നല്ല സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു പൊതു അംഗീകാരമാണ് അക്രഡിറ്റേഷൻ.
മനസ്സിലായോ? അത് മനസ്സിലാക്കാതെ നമുക്ക് ഇനി ഒരു ഭാഗവും നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് മനസ്സിലായോ കേട്ടോ. ഫോർ എ ഹോസ്പിറ്റൽ ടു ബി അക്രഡിറ്റഡ്, it is done through an independent external evaluation of that organization level of performance in connection with the standard. ഇവിടെ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയെന്ന് വിചാരിക്കാം. ആ അംഗീകാരം കിട്ടുന്നത് വെറുതെ അങ്ങ് ഒരു അംഗീകാരം കൊടുക്കില്ല, അല്ലെ? മറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ബാഹ്യമായ ഒരു ഇവാലുവേഷൻ പ്രക്രിയ നടത്തുന്നുണ്ട്. ഇപ്പൊ ഒരു നാബിന്റെ അംഗീകാരമാണ് കിട്ടുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നാബ് എന്ത് ചെയ്യുന്നു? ഒരു കൃത്യമായ വിലയിരുത്തലും ഇവാലുവേഷൻസ് ഒക്കെ നടത്തി ഒരു ടീമിനെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് അയക്കും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഒരു ടീമിനെ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് അയക്കും. അങ്ങനെ ആ ഒരു ടീം വന്ന് അവരുടെ ഡോക്യുമെന്റ്സ് പരിശോധിക്കും, അവരുടെ അവിടെയുള്ള എന്താണ് ഓൺസൈറ്റ് വന്ന് അസസ്മെന്റുകൾ നടത്തും, അവിടെ എല്ലാ കാര്യങ്ങളും പേഷ്യൻസുമായിട്ട് ഇന്റർവ്യൂസ് നടത്തും. അതിലൂടെയൊക്കെ ഒരുപാട് ഒബ്സർവേഷൻസും ഇന്റർവ്യൂസും മറ്റു പല പരിശോധനകളും നടത്തിയിട്ട് ഹോസ്പിറ്റലിന്റെ എല്ലാ മേഖലകളിലെയും ക്വാളിറ്റി അവിടെ പാലിക്കുന്ന സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഹോസ്പിറ്റലിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ്, ഹോസ്പിറ്റലിന്റെ പ്രകടനം എങ്ങനെയാണ്, ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി അവർ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ്, ആ ഒരു പ്രകടന നിലവാരം എത്രത്തോളമാണ് എന്ന് ബാഹ്യമായി ഒരു വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ചാണ് ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ എല്ലാ ഹോസ്പിറ്റലിനും ഈ അക്രഡിറ്റേഷൻ കിട്ടുമോ? എല്ലാ ഹോസ്പിറ്റലും നമ്മളിപ്പോ കാണുന്ന എല്ലാ ഹോസ്പിറ്റലും അക്രഡിറ്റേഷൻ ഒക്കെ കിട്ടുമോ? എല്ലാ ഹോസ്പിറ്റലിലും അക്രഡിറ്റേഷൻ കിട്ടുമോ? കിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അവിടെ കൃത്യമായ ക്വാളിറ്റി പ്രകാരം, അതായത് ഇപ്പൊ നാബിനാണെങ്കിൽ നാബിന്റേതായിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓരോ അക്രഡിറ്റേഷൻ ബോഡീസ് ഉണ്ട്, നാബ് ഉണ്ട്, JC ഉണ്ട്, NABL ഉണ്ട്, അതിനെല്ലാത്തിനും. അപ്പൊ ഏതൊരു അക്രഡിറ്റേഷൻ ബോഡി ആണെങ്കിലും അവർക്ക് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ്, കുറച്ച് മാനദണ്ഡങ്ങൾ. ആ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് ഇവര് പാലിക്കുമ്പോഴാണ് ഇവർക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഹോസ്പിറ്റലുകാർ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ് അല്ല, മറിച്ച് ഈ അക്രഡിറ്റേഷൻ ബോഡി രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റാൻഡേർഡ്സ്. ഈ സ്റ്റാൻഡേർഡ്സ് ആ ഹോസ്പിറ്റൽ പാലിക്കുന്നുണ്ട് എന്ന് ഇവർ ഉറപ്പ് വരുമ്പോഴാണ് ആ ഹോസ്പിറ്റലിൽ ഇവര് അംഗീകാരം നൽകുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈസ് നോൺ കമ്പൽസറി. ഒരു ഹോസ്പിറ്റലിലും അക്രഡിറ്റേഷൻ വേണമെന്ന് നിർബന്ധമില്ല, ഇല്ലേ? ഒരുപാട് ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ ഇല്ലാത്ത ഹോസ്പിറ്റലും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നില്ലേ? അപ്പൊ അതൊരു കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഹോസ്പിറ്റൽസിന് അക്രഡിറ്റേഷൻ വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. മനസ്സിലായോ? ഇത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്ന്. ഹോസ്പിറ്റൽസിന് ആവശ്യമാണ്. അപ്പൊ അക്രഡിറ്റേഷൻ വഴി ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് മിക്ക ഹോസ്പിറ്റലും ആ ഒരു അംഗീകാരം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നത്. അതിന് കുറെ ബെനിഫിറ്റ്സും കാര്യങ്ങളും നമ്മൾ ഇനി പറയുന്നുണ്ട്. അപ്പൊ അത്തരം ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ടാണ് അവർ അംഗീകാരം വേണമെന്ന് വിചാരിച്ച് അവർ ഈ സ്റ്റാൻഡേർഡ്സ് ഒക്കെ പാലിക്കുന്നതോ അതിനനുസരിച്ച് ക്വാളിറ്റി നിലനിർത്തി പോകുന്നതോ അതിനനുസരിച്ച് അംഗീകാരം വാങ്ങിയെടുക്കുന്നത്. ഇനി ഇൻ കേസ് അവർക്ക് ഒരു അംഗീകാരം കിട്ടിയെന്നിരിക്കട്ടെ, ഒരു ഹോസ്പിറ്റലിൽ ഒരു അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടിയെന്നിരിക്കട്ടെ, അത് ആ വൺ ടൈം പ്രോസസ് ആണോ? ആ അംഗീകാരം കിട്ടുന്നത് വരെ അവർക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താൽ പോരാ. മറിച്ചെപ്പോഴാണ് ഇറ്റ്സ് ആൻ ഓൺഗോയിങ് പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അവര് എപ്പോഴും അംഗീകാരം കിട്ടിയോ അതിന് മുൻപ് തുടങ്ങി അവർ ആ സ്റ്റാൻഡേർഡ് പാലിച്ചാൽ മാത്രമേ അവർക്ക് അംഗീകാരം കിട്ടുള്ളൂ, അല്ലെ? അവിടെ അവർ ആ ഒരു ഇവാലുവേഷൻ നടത്താൻ വരുന്ന സമയത്തൊക്കെ അവരെ വിലയിരുത്തൽ നടത്തിയിട്ടാണ് ഈ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ അത്തരം അംഗീകാരം കിട്ടിയത് മുതല് അവര് തുടർച്ചയായിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്തേണ്ടിയിരിക്കണം. ഒരിക്കലും അതിനൊരു കുറവോ അല്ലെങ്കിൽ ഇതിനൊരു വ്യത്യാസമോ മാറ്റമോ ഒന്നും വരുത്താൻ പാടില്ല. മനസ്സിലായോ? എപ്പോഴെങ്കിലും അവരതിനൊരു കുറവോ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡില് വ്യത്യാസങ്ങൾ വരുത്തിയാൽ അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് പാലിക്കാതെ വന്നാൽ അവരുടെ അംഗീകാരം അവിടെ വെച്ച് റദ്ദാവും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഒരു അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പൽസറി ആയിട്ടുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. അത് ഹോസ്പിറ്റലുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുത്താൽ മതി. അത് അവരുടെ ഹോസ്പിറ്റലിൽ ഇഷ്ടമാണോ അക്രഡിറ്റേഷൻ വേണോ വേണ്ടയോ എന്നുള്ളത്.
അക്രഡിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് മിക്ക ഹോസ്പിറ്റലും അക്രഡിറ്റഡ് ആവാനായിട്ട് താല്പര്യം കാണിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പൊ അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് അത്രയും ഉയരത്തിലാവുമ്പോൾ മാത്രമേ അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഒരു ക്വാളിറ്റി അവര് കൃത്യമായിട്ട് ഒരു ഓൺഗോയിങ് പ്രോസസ് അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഈ അക്രഡിറ്റേഷൻ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന സമയത്ത് മാത്രമല്ല ഇവര് പരിശോധനയ്ക്കായിട്ട് വരിക. ഇടയ്ക്കിടയ്ക്ക് ഇവര് പതിവായിട്ട് പരിശോധനകൾ നടത്തും, ചിലപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റുകൾ നടത്തും. അത്തരം സന്ദർഭങ്ങളില് ഇവര് ആ ഒരു കൃത്യമായിട്ട് അവർക്ക് അക്രഡിറ്റേഷൻ കൊടുത്ത സമയത്തുള്ള രീതിയിലുള്ള ക്വാളിറ്റി തന്നെ കീപ്പ് ചെയ്യുന്നില്ല, ആ ലെവൽ ഓഫ് പെർഫോമൻസ് അല്ല കാഴ്ചവെക്കുന്നത് എന്ന് ആ ഒരു ബോർഡിന് തോന്നുകയാണെങ്കിൽ അവരുടെ അംഗീകാരം റദ്ദ് ചെയ്യാനും അവകാശമുണ്ടായിരിക്കും. ക്ലിയർ ആണോ? അത് മനസ്സിലായോ? ഇത്രയും ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞു തന്നത്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ മനസ്സിലാവുള്ളൂ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് അക്രഡിറ്റേഷൻ. അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകൾക്കും ഉണ്ടാവുന്ന കുറച്ച് എന്തൊക്കെയാണ്, പേഷ്യൻസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, ഓർഗനൈസേഷൻ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, അവിടുത്തെ സ്റ്റാഫുകൾക്ക് എന്ത് ബെനിഫിറ്റ് അല്ലെങ്കിൽ പ്രയോജനങ്ങളാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യന്റ്. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതിന്റെ ഫലമായിട്ട് പേഷ്യൻസിന് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. എളുപ്പമാണ് ഇത്. ബെനിഫിറ്റ്സ് ഓർ പേഷ്യൻസ്. നോക്കിയേ, പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി ചോദിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും വലിയ ഈ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ആര് തന്നെയാ? പേഷ്യൻസ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് പേഷ്യൻസ് ആണെന്ന് പറയുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, എന്തുകൊണ്ടാണ് ഈ ഒരു അക്രഡിറ്റേഷന്റെ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പേഷ്യൻസ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്ത? ആ, നല്ല ക്വാളിറ്റി കെയർ അല്ലേ അവർക്ക് കിട്ടുന്നത് അല്ലെ? ഇതിന്റെ എല്ലാം റിസൾട്ട് ആർക്കാ കിട്ടുന്നേ? ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള റിസൾട്ടുകൾ അല്ലെങ്കിൽ ഫലങ്ങൾ കിട്ടുന്നത് പേഷ്യന്റിലേക്കാണ് ചെല്ലുന്നത് അല്ലെ? പേഷ്യൻസിനെ സംതൃപ്തി കിട്ടുക. അപ്പൊ ഇവിടെ നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പേഷ്യൻസിനാണല്ലോ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുക. ആ ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ വരുന്ന പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള കെയർ, നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള മറ്റെല്ലാ കാര്യങ്ങളും, നല്ല ക്വാളിറ്റിയുള്ള എല്ലാ സർവീസുകളും അവർക്ക് ലഭ്യമായി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ പേഷ്യൻസിന്റെ സേഫ്റ്റി, സെക്യൂരിറ്റി മുതലായ കാര്യങ്ങളെല്ലാം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ പ്രയോജനം കിട്ടുന്നത് ആർക്ക് തന്നെയാണ്? പേഷ്യൻസിന് തന്നെയാണ് കേട്ടോ. അപ്പൊ പേഷ്യൻസ് ആർ ദ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി. അപ്പൊ ഒരു അക്രഡിറ്റേഷനിൽ നിന്നും പേഷ്യൻസിനാണ് ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അക്രഡിറ്റേഷൻ കോസസ് ഹൈ ക്വാളിറ്റി ഓഫ് കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? ആ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് നല്ല എന്തിന് കാരണമാവുന്നുണ്ട്? ഹൈ ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണങ്ങളും പേഷ്യൻസിന്റെ സേഫ്റ്റി, രോഗികളുടെ സുരക്ഷയും ഒക്കെ കാരണമാകുന്നുണ്ട്. എന്ത്? അക്രഡിറ്റേഷൻ. ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനെയും സുരക്ഷ അവർ ഉറപ്പുവരുത്തും. അതുപോലെ തന്നെ നല്ല ഉയർന്ന ക്വാളിറ്റിയുള്ള പരിചരണവും ആ പേഷ്യന്റിന് കിട്ടുന്നുണ്ട്. Then മൂന്നാമത്തെ പോയിന്റ്, the patients are serviced by credentialed medical staff. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നല്ല യോഗ്യതയുള്ള, അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നുള്ള സേവനങ്ങൾ ആയിരിക്കും പേഷ്യൻസിന് കിട്ടുക അല്ലേ? ആണോ? ഒരു അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥാപനമാവുമ്പോ അവിടെ ഓരോ ഏരിയാസും കൈകാര്യം ചെയ്യുന്നത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും. അപ്പൊ അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളാണ് ഇവർക്ക് പേഷ്യൻസിന് സേവനങ്ങൾ നൽകുന്നത്. അതും അവർക്ക് കിട്ടുന്ന ഒരു പ്രയോജനമല്ലേ അല്ലേ? ഇനി അടുത്തതായിട്ട് പറയുന്നത് റൈറ്റ്സ് ഓഫ് പേഷ്യൻസ് ആർ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. അതുപോലെ പേഷ്യൻസിന്റെ അവകാശങ്ങളെ അവിടെ എസ്റ്റീംഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ബഹുമാനിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ രോഗികളുടെ അവകാശങ്ങൾ അവിടെ ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ കുറിച്ച് നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റി, പേഷ്യൻസിന്റെ റൈറ്റ്സ്, ഇതൊക്കെ അവരുടെ സ്റ്റാൻഡേർഡിൽ പറയുന്ന കാര്യങ്ങളാട്ടോ. അതൊക്കെ കൃത്യമായിട്ട്
കീപ്പ് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ അവിടെ പ്രോപ്പർ ആയിട്ട് പാലിക്കുകയും ചെയ്യും, നിർബന്ധമായിട്ടും അവർ പാലിച്ചിരിക്കും. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഫ്രീക്വൻലി ഇവാലുവേറ്റഡ്. അതുപോലെ തന്നെ വരുന്ന രോഗികളുടെ സംതൃപ്തി എത്രത്തോളം ഉണ്ട് എന്ന് പതിവായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പലപ്പോഴും വിലയിരുത്തൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് പേഷ്യൻസ് ഏതൊക്കെ മേഖലകളിലാണോ സംതൃപ്തരല്ലാതെ വരുന്നത് അത്തരം മേഖലകളെ എന്ത് ചെയ്യാൻ, ഇംപ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. പേഷ്യൻസ് ആണ് ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗുണഭോക്താവ്. എന്തിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്നറിയപ്പെടുന്നത് പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ പേഷ്യൻസിന് അക്രഡിറ്റേഷൻ വഴി എന്തിനു കാരണമാവുന്നുണ്ട്, ഉയർന്ന ക്വാളിറ്റിയിലുള്ള പരിചരണം ലഭ്യമാകുന്നുണ്ട്. പേഷ്യൻസിന്റെ സുരക്ഷയും അവിടെ ഉറപ്പുവരുത്താൻ അക്രഡിറ്റേഷൻ കാരണമാകുന്നുണ്ട്. അതുപോലെ നല്ല യോഗ്യതയുള്ള മെഡിക്കൽ സ്റ്റാഫുകളിൽ നിന്നുള്ള സേവനങ്ങൾ പേഷ്യൻസിന് ലഭിക്കുന്നുണ്ട്. പേഷ്യൻസിന്റെ റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങൾ കൃത്യമായിട്ട് ബഹുമാനിക്കപ്പെടുകയും അതവിടെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന്റെ സംതൃപ്തി പതിവായിട്ട് വിലയിരുത്തൽ നടത്തുകയും അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കിയേ, ബെനിഫിറ്റ്സ് ഫോർ പേഷ്യൻസ്. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനുള്ള പ്രയോജനങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് അക്രഡിറ്റേഷൻ ടു എ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻവിഗറേറ്റ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലൊക്കെ നമ്മളൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ വരുന്നതാണ് അല്ലെ. അങ്ങനെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ അല്ലെങ്കിൽ അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് അത് എന്തിനെ ഇൻവിഗറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെ ഉത്തേജിപ്പിക്കുന്നു, ഒരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പുരോഗതി അവിടെ ഉണ്ടാവുന്നുണ്ടോ ഇല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഓൺഗോയിങ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറഞ്ഞു അല്ലെ. അവർ ആ ഒരു കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എപ്പോഴും അവിടെ കീപ്പ് ചെയ്തിരിക്കണം അല്ലെ. അപ്പൊ അവിടെ തുടർച്ചയായിട്ട് ഇംപ്രൂവ്മെന്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ലേ? ഓരോ സർവീസുകളുമായി ബന്ധപ്പെട്ടും ഓരോ മേഖലയുമായി ബന്ധപ്പെട്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള ഒരു പുരോഗതി അല്ലെങ്കിൽ മെച്ചപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടി ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? അതുപോലെ തന്നെ ഇറ്റ് ലെറ്റ് ദ ഓർഗനൈസേഷൻ ഡെമോൺസ്ട്രേറ്റ് കമ്മിറ്റ്മെന്റ് ടു ക്വാളിറ്റി കെയർ ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി, thereby guarantees ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം. അതുപോലെ അക്രഡിറ്റേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ ക്വാളിറ്റി കെയർ കൊടുക്കുക, പേഷ്യൻസിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്താൻ ഒക്കെ ആ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് മനസ്സിലാവുന്നുണ്ട്, അവർക്ക് ആ പേഷ്യൻസിന് ക്വാളിറ്റി കെയർ കൊടുക്കണം, നല്ല കമ്മിറ്റഡ് ആയിട്ട്, അതുപോലെ പേഷ്യൻസിന്റെ സേഫ്റ്റി സുരക്ഷ ഉറപ്പുവരുത്തണം, അതിന് പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനമാണ് എന്റെ സ്ഥാപനം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് അവർക്ക് മനസ്സിലാവുകയും അതിനനുസരിച്ച് നല്ല ഉറപ്പുള്ള ബെസ്റ്റ് ക്ലിനിക്കൽ ഔട്ട്കം അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് റിസൾട്ടുകള്, ചികിത്സാപരമായ റിസൾട്ടുകള് ഉറപ്പു നൽകാനും ഈ ഒരു അക്രഡിറ്റേഷൻ വഴി ആ ഒരു സ്ഥാപനത്തിന് സാധിക്കുന്നുണ്ട്. ഇത് രണ്ടും ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ ആ ഒരു ബെനിഫിറ്റ്സ് ഫോർ ഓർഗനൈസേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി എടുക്കാം. പേഷ്യൻസിന്റെ ബെനിഫിറ്റ്സ് വരെയും നിങ്ങൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. വായിക്കണോട്ടെ, ഈ ഭാഗം വായിച്ചാലേ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. സ്കിപ്പ് ചെയ്ത് വിടരുത് കേട്ടോ. 1-2 പ്രാവശ്യം വായിച്ച് കഴിയുമ്പോൾ ഒന്ന് മനസ്സിലായിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.